ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീട്ടിന്റെ പണിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ആദ്യത്തെ ബേസ്മെന്റിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ എനിക്ക് തന്ന ഭൂമിയിൽ ഞാൻ വെക്കുന്നതാണ്. അല്ലാതെ എനിക്ക് വാങ്ങിക്കാനൊന്നും നിവൃത്തിയില്ലാത്തവരാണ്, വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ പണിക്കുള്ള ജനലും കട്ടളയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതില് പ്രൈമർ അടിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ വെളിയിൽ കൊടുത്ത് അടിക്കണമെങ്കിൽ എൻ്റെ കാശൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പ്രൈമർ വാങ്ങിച്ച് അടിച്ചതാണ്. അപ്പോൾ എങ്ങനെ അടിക്കണമെന്ന് നമുക്ക് നോക്കാം. അടുത്ത വീണ്ടും വീഡിയോ ഇടുന്നതാണ്. ഈ വീടിന്റെ പണി തീരണവരെയും അത് കഴിഞ്ഞിട്ടും ഞാൻ വീഡിയോ ഇടും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. മറക്കല്ലിയിലേക്ക് പോവാം. ഇത് പ്രൈമറാണ്. ഈ പ്രൈമറിൽ ഈ തിന്നറും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാനുള്ളതാണ്. വേറെ പണിയൊന്നുമില്ല. ഇതുപോലെ വാങ്ങിക്കുക, ഈ ടിന്നർ ഇതുപോലെ വീത്തണം, രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അത്രേ ഉള്ളൂ. എന്നിട്ട് കട്ടളയിൽ നല്ല രീതിയിൽ അടിച്ചു പ്രൈമറിൽ അടിച്ചില്ലെങ്കിൽ, അടിച്ചാൽ നല്ല ഗുണമാണ്. ഇതിൽ പെട്ടെന്ന് ചെതലൊന്നും കയറില്ല. ചെതല് കമ്പിയിലെല്ലാം അടിക്കാം. അത് കമ്പി പിന്നീട് അവർ പെയിന്റ് അടിക്കുന്ന സമയത്തൊന്നും കൂടെ ക്ലിയർ ചെയ്ത് അടിക്കും. അപ്പൊ ഈ സൈഡ് ഭാഗമെല്ലാം നല്ല വൃത്തി അടിക്കണം, ഈ സെറ്റ് ചെയ്യണ ഭാഗം. അപ്പൊ ഇനി അടുത്ത നമ്മൾ വീട് വെച്ച് തീരുമ്പോ അടുത്ത പൈസ ഒപ്പിക്കാൻ എൻ്റെ ഇല്ല. അല്ലെങ്കിൽ പിന്നെ വീണ്ടും ചെതലെടുത്ത് അതൊക്കെ പോവും, തടിയല്ല. അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ ഈ ജോലിയൊക്കെ ഒതുങ്ങുന്ന സമയം എനിക്ക് അത് ജോലി കണ്ടെത്തേന്. വീട്ടിലെ ജോലി ഏകദേശം ഒതുങ്ങുമ്പോ ഞാൻ ഇത് ചെയ്യാന്ന് പറഞ്ഞ് ചെയ്താണ്. ഇപ്പൊ 1-2 ജനലൊക്കെ ഞാൻ ഇതുപോലെ പ്രൈമർ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി കട്ടളയും കൂടെ അടിച്ചാൽ മതി. പാടെന്ന് വെച്ചാൽ എല്ലാ ജോലിയും പാടാണ്. അപ്പൊ നമ്മൾ ശകല സമയം കണ്ടെത്തി ഇതുപോലെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരുപാട് പൈസയൊക്കെ ലാഭിക്കാൻ പറ്റും. പൈസ ഇല്ലാത്തവർക്ക്, പൈസ ഉള്ളവർക്ക് അവർ അടിപൊളിയാ ചെയ്യും. പൈസ ഇല്ലാത്ത നമ്മളെ പോലത്തെ ഉള്ളവർക്ക് ഇതൊക്കെയാണ് ഒരു ആശ്രയം, ജോലി ചെയ്യാനത്. അറിഞ്ഞൂടാ, ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യണേ. നമുക്ക് ഒരു ഭവനം നമുക്ക് ഈ സർക്കാരിന്റെ വക തന്നത് കൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അല്ലാതെ വെളിയിൽ കൊടുത്ത് അടിക്കണമെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കണം. അപ്പൊ അവര് ഭർത്താവ് ജോലി ചെയ്യണത് ഇത് കൊടുക്കാനേ തവയുള്ളൂ, പിന്നെ വീട്ടിൽ വ്യാപിക്കാൻ പറ്റൂല. അപ്പൊ ഈ പണിക്ക് ഇറങ്ങിയപ്പോ ജോലിക്ക് പോണ പൈസ എല്ലാം ഇതിനകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു വീട് വെച്ച് കയറാനുള്ള ഒരു ഇതാണ്. എല്ലാരും സ്വപ്നമല്ലേ ഒരു വീട് വെച്ച് കയറാനാണ്. അപ്പൊ എന്റെയും അതുപോലത്തെ ഒരു സ്വപ്നമാണ്. എത്രയോ വർഷകാലം കൊണ്ട് വാടകയ്ക്ക് കിടക്കണം. എന്റെ ഉമ്മായും എല്ലാം വാടകയ്ക്ക് തന്നെ കിടക്കുന്നത്. അപ്പൊ എത്ര വർഷം കൊണ്ട് ഞങ്ങൾ ജനിച്ച ആൾ തൊട്ടേ കാണുന്നതാണ് വാടക വീട്ടിൽ. അപ്പൊ മാറി ഓരോ വീട് മാറി പോകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോഴും വാടകയ്ക്ക് കിടക്കുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു വീട് വെച്ച് കയറിയാൽ നമ്മളെ മക്കൾക്കെങ്കിലും ഉപകാരപ്പെടും.